السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. النبي أولى بالمؤمنين من أنفسهم وأزواجه أمهاتهم وأولو الأرحام بعضهم أولى ببعض في كتاب الله من المؤمنين والمهاجرين إلا أن تفعلوا إلى أوليائكم معروفا كان ذلك في الكتاب مسطورا. صدق الله مولانا العلي العظيم. محمد سيد الكونين والثقلين والفريقين من عرب ومن عجم. نبينا الآمر ناهي فلا أحد أبر في قول لا منه ولا نعمي. مولاي صل وسلم دائما أبدا
الخلق كلهم قد طال شوقي للنبي محمد فمتى إلى ذاك المقام وصول ولقد فنى صبري وزاد تشوقي نحو الحبيب وما إليه سبيل لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله هذا النبي الهاشمي المصطفى هذا له كل القلوب تميل هذا رسول الله صفوة خلقه هذا الرسول إلى الجنان دليل مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم സ്നേഹാദരവുകൾ നിറഞ്ഞ സാദാത്യങ്ങളെ, പണ്ഡിതന്മാരെ, ശബ്ദം ശ്രവിക്കുന്ന സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുപമ വ്യക്തിത്വം എന്ന ശീർഷകത്തിൽ ഉസ്താദ് ഇബ്രാഹിം ദാരിമി മെമ്മോറിയൽ എഡ്യൂക്കേഷണൽ കോംപ്ലക്സിൻ്റെ കീഴിൽ സംഘടിപ്പിക്കുന്ന നൂറുൻ അലാ നൂർ ദശദിന പ്രഭാഷണത്തിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ച മജ്ലിസിലാണ് ഇപ്പോൾ ഞാനും നിങ്ങളും സംഗമിച്ചിരിക്കുന്നത്. ഹബീബായ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ തങ്ങളുടെ മദ്ഹ് പറയാനും ആ മദ്ഹുകളെ പരിചയപ്പെടുത്താനും എല്ലാം വേണ്ടി ദിവസങ്ങളോളമായി സംഘടിപ്പിക്കപ്പെടുന്ന പരിപാടിയുടെ ഇന്നത്തെ മഹത്തായ മജ്ലിസിലാണ് ഇപ്പോൾ നമ്മൾ ഒരുമിച്ച് കൂടിയത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം നമ്മിൽ നിന്ന് അവൻ പൊരുത്തപ്പെടുന്ന വലിയ ഒരു അമലായി ഖബൂലാക്കി തരട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്മാരാകുന്ന നമ്മളെ ഈ ദുനിയാവിലേക്ക് സൃഷ്ടിച്ചു. ആ സൃഷ്ടിച്ചതിന്റെ പിന്നിൽ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം വലിയ ചില ലക്ഷ്യങ്ങളും വലിയ ചില താല്പര്യങ്ങളും ഉണ്ട് എന്നത് സുവ്യക്തമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പരിശുദ്ധമായ ഖുർആനിലൂടെ മനുഷ്യന്മാരാകുന്ന നമ്മളോട് ചോദിച്ച ഒരു ചോദ്യമാണ്, അയഹ്സബൂന അന്നമാ ഖലഖനാകും അബസ, നിങ്ങളെ നാം വെറുതെ പടച്ചതാണ് എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അർത്ഥത്തിലുള്ള ഒരു ചോദ്യം പരിശുദ്ധമായ ഖുർആനിലൂടെ ചോദിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുകയാണ്. അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്തേക്ക് എന്നെയും നിങ്ങളുടെയും സൃഷ്ടിപ്പിനെ യാതൊരു ലക്ഷ്യവുമില്ലാതെ അല്ലാഹു തആല സംവിധാനിച്ചതല്ല, മറിച്ച് അല്ലാഹുവിന് ചില ലക്ഷ്യങ്ങളുണ്ട്.
ധാരാളം ചില കൽപ്പനകൾ ആ ലക്ഷ്യങ്ങളിൽ എത്തിച്ചേരാൻ വേണ്ടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പ്രവർത്തിക്കാൻ വേണ്ടി കൽപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ആ കൽപ്പനകളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ മുന്നിലേക്ക് വെച്ച വലിയ ഒരു കൽപ്പനയാണ് സാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിൻ റബ്ബിക്കും വജന്നത്തിൻ അർളുഹസ് സമാവാതു വൽ അർദ്. പാപഭംഗിലമായ ജീവിതം നയിച്ചു പോകുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ പാപങ്ങൾ പൊറുപ്പിക്കാനുള്ള വഴികൾ എവിടെയെല്ലാമാണോ കാണുന്നത്, ആ വഴികളെ ഒരു സ്ഥലത്ത് വെച്ചും കളഞ്ഞു കുളിക്കാതെ ആ പാപമോചനത്തിലുള്ള വഴികളിലേക്ക് നിങ്ങൾ എങ്ങനെ സ്പീഡിൽ പോകണം, നിങ്ങൾ അന്വേഷിക്കണം എന്ന് പരിശുദ്ധ ഖുർആൻ പറയുകയാണ്. മാത്രമല്ല വജന്നത്തിന അർളുഹസ് സമാവാതു വൽ അർള്, ആകാശഭൂമിയെക്കാളും വിശാലതയുള്ള സ്വർഗീയ ലോകത്തിലേക്ക്, ആ സ്വർഗത്തിലെത്താനുള്ള വഴികൾ നിങ്ങളുടെ മുന്നിൽ തെളിഞ്ഞു വരുമ്പോൾ ആ വഴികളെയും നിങ്ങൾ നഷ്ടപ്പെടുത്താതെ ആ വഴിയിലൂടെ കുതിച്ച് നിങ്ങൾ സ്വർഗത്തിലേക്ക് വരണം എന്ന് അല്ലാഹു തആല നമ്മളോട് പറയുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആ വഴിയിൽ നിന്ന് തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാ നിസ്കാരങ്ങളിലും നമ്മൾ നിർബന്ധമായി പാരായണം ചെയ്യുന്ന ഫാത്തിഹയിൽ പരിശുദ്ധ ഖുർആനിന്റെ ഉമ്മ എന്ന് അറിയപ്പെടുന്ന ഉമ്മുൽ കിതാബ് എന്ന പേരുള്ള ആ ഫാത്തിഹയിൽ നമ്മൾ അല്ലാഹുവിനോട് നിരന്തരമായി പറയുകയാണ്, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ലൂബി അലൈഹിം വലദ്ദാലിൻ. എല്ലാ സമയങ്ങളിലും നമ്മൾ അല്ലാഹുവിനോട് തേടിക്കൊണ്ടേയിരിക്കുകയാണ്. എന്താണ് അല്ലാഹുവിനോട് തേടുന്നത്? ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. നീ ഉളരി വരാൻ പറഞ്ഞ, എവിടെ കണ്ടാലും ആ വഴികളെ തേടണമെന്ന് പറഞ്ഞ സ്വർഗം, ആ സ്വർഗത്തിലേക്ക് എത്താനുള്ള വഴി പിഴച്ചു പോകാതെ നേരായ വഴിയിൽ തന്നെ എന്നെ നീ നിലനിർത്തി തരണേ അല്ലാഹ്. സദാസമയവും നമ്മൾ അല്ലാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആ വഴി എന്ന് പറഞ്ഞാൽ അൽ ഈമാനു ബില്ലാഹി വ ബി മുഹമ്മദിൻ റസൂലില്ലാഹ്, അല്ലാഹുവിലും അതുപോലെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലുമുള്ള അചഞ്ചലമായ വിശ്വാസമാണ്. ആ വിശ്വാസത്തിൽ നിന്ന് മാറിപ്പോകുന്ന ഏത് പ്രയാസങ്ങൾ വരുമ്പോഴും ആ പ്രയാസങ്ങളെല്ലാം മറികടന്ന് വിശ്വാസത്തെ മുറുകെ പിടിക്കാൻ നമ്മൾ ഒരു വലിയ കഴിവ് ആർജിക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, പലപ്പോഴും ഈമാൻ എന്ന് പറയുന്ന നേരായ പാതയിൽ നിന്ന് തെറ്റിപ്പോകാൻ പറ്റുന്ന വലിയൊരു വിഷയമായിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതാണ് ഒരു മനുഷ്യന് വല്ലാതെ ദാരിദ്ര്യം പിടിപെടുക എന്നുള്ളത്. കാദൽ ഫഖ്റു അൻ യകൂന കുഫ്റാ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു തആല ഈ ദുനിയാവിൽ ജീവിക്കാൻ തന്ന ഈ ആയുസ്, അത് മരിക്കുന്നത് വരെ, ഈ ദുനിയാവിൽ നിന്നവൻ പിരിഞ്ഞു പോകുന്നത് വരെ ആളുകളുടെ മുന്നിൽ കൈനീട്ടാതെ അന്തസ്സോടുകൂടെ ജീവിക്കുക എന്നുള്ളത് അവന്റെ അഭിലാഷമാണ്. എന്നാലോ ആ അഭിലാഷം നിർവഹിക്കപ്പെടാതെ വരുമ്പോൾ, സാമ്പത്തികമായി തന്റെ ആവശ്യങ്ങളെ നിർവഹിക്കാനുള്ള വഴികൾ കാണാതിരിക്കുമ്പോൾ, പലപ്പോഴും ആ സാമ്പത്തികം എവിടെ നിന്നാണോ കിട്ടുന്നത് ആ വഴിയിലേക്ക് മാറി ചിന്തിക്കുകയും അത് ഈമാനിൽ നിന്ന് തന്നെ തെറിച്ചു പോകാൻ കാരണമാവുകയും ചെയ്യുന്നു എന്ന് ഹബീബായ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. കാദൽ ഫഖ്റു അൻ യകൂന കുഫ്റാ. ദാരിദ്ര്യം അത് കുഫറിലേക്ക് അടുത്തു നിൽക്കുന്ന വിഷയമാണ്. അല്ലാഹുവേ, ആ കുഫറിലേക്ക് എത്തിക്കുന്ന ദാരിദ്ര്യം തന്നെ ഞങ്ങളിൽ ഒരാളെയും നീ പരീക്ഷിക്കല്ലേ അല്ലാഹ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആ രൂപത്തിൽ ഈമാനിൽ നിന്ന് തെറ്റിപ്പോകുന്ന പ്രയാസങ്ങൾ നമ്മളുടെ ജീവിതത്തെ മാനസികമാവട്ടെ സാമ്പത്തികമാവട്ടെ ഏത് തരത്തിലുള്ള പ്രയാസം വരുമ്പോഴും ആ പ്രയാസങ്ങളിൽ നിന്നെല്ലാം നമ്മളെ കരകയറ്റാൻ പറ്റില്ല
വലിയൊരു പിടിവള്ളി നമ്മളുടെ കയ്യിൽ എപ്പോഴും ഉണ്ടാവണം. ഏത് പ്രയാസത്തിൽ നമ്മൾ പെട്ടുപോയാലും ആ പ്രയാസങ്ങളിൽ നിന്നും നമ്മളെ കരകയറ്റാൻ പറ്റില്ല. അതിന് യോഗ്യതയിൽ ഒരു നേതാവിനെ നമ്മളുടെ കൂടെ നമുക്ക് നിർത്താൻ കഴിഞ്ഞാൽ ഒരിക്കലും നല്ല നമ്മൾക്ക് പേടിക്കേണ്ടതില്ലല്ലോ. അങ്ങനെ ഏത് സമയത്തും നമ്മളെ സഹായിക്കാൻ കഴിയുന്ന ആവശ്യങ്ങൾ പറയുമ്പോൾ അത് ഏത് ആവശ്യമായാലും അത് നല്ല രൂപത്തിൽ നമുക്ക് നിർവഹിച്ചു തരാൻ പറ്റുന്ന ഒരേ ഒരു നേതാവാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടല്ലേ പരിശുദ്ധമായ ഖുർആൻ നമ്മളോട് പറഞ്ഞത് അൽ-നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം വഅസ്വാജുഹു ഉമ്മഹാതുഹു. എന്നെയും നിങ്ങളെയും സംബന്ധിച്ച് നമ്മളുടെ ജീവിതത്തിനോട് നമ്മളുടെ സ്വശരീരത്തെക്കാളും ഏറ്റവും ബന്ധപ്പെട്ട് കിടക്കുന്ന നേതാവാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരു മനുഷ്യൻ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ ഒരു പ്രയാസവും അവന് വരുന്നില്ല. ഇനി ഏതെങ്കിലും ഒരു പ്രയാസത്തിൽ അവൻ പെട്ടുപോയാലോ കരകയറ്റാനും രക്ഷിക്കാനും വരുന്ന നേതാവാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. സുബ്ഹാനല്ലാഹ്. ധാരാളം ആളുകള് പലപ്പോഴും പല മജ്‌ലിസുകളിലും വെച്ച് പറയുന്ന വിഷയമാണ്, ഉസ്താദേ ധാരാളം കടമുണ്ട്, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയുന്നില്ല, ആളുകളുടെ മുന്നിലേക്ക് പോകാൻ കഴിയുന്നില്ല, കടക്കാര് ചോദിക്കുമ്പോ എന്ത് പറയണമെന്ന് അറിയുന്നില്ല. സുബ്ഹാനല്ലാഹ്. അതേ സാമ്പത്തികമായ പ്രയാസമുണ്ടോ? ആ പ്രയാസങ്ങൾക്ക് നാം അറിയാത്ത ഭാഗത്തിലൂടെ പരിഹാരം തരുന്ന ഏറ്റവും വലിയ വഴിയാണ് അസ്സലാത്തു അലാ റസൂലില്ലാഹ്. അഷ്റഫുൽ ഖൽഖായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ നേതാവിന്റെ പേരിലുള്ള സ്വലാത്ത് കേട്ടോ. കടമുണ്ടോ? സ്വലാത്ത് ചൊല്ലിക്കോ. അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു പരിഹാരം ഉറപ്പ് തന്നെ. അറിയില്ലേ, മഹാനായ ഇബ്നു മുൻദിർ റളിയല്ലാഹു അൻഹു അവിടുന്ന് വലിയ മഹാനാണ്, വലിയ സൂഫിയാണ്, വലിയ പണ്ഡിതനാണ്. മഹാനായ ഇമാം ബുഖാരി തങ്ങൾ വരെ ഇബ്നു മുൻദിർ തങ്ങളിൽ നിന്ന് ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? അതുപോലെ മഹാനായ ഇമാം മുസ്ലിം ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? ആ ഇബ്നു മുൻദിർ റളിയല്ലാഹു അൻഹു അവിടുന്ന് ഒരു വേള നാട്ടിലുള്ള വീട്ടിലിങ്ങനെ ഇരിക്കുക. ആ വീട്ടിലിങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു യാത്രക്കാരൻ മഹാനായ ഇബ്നു മുൻദിർ റളിയല്ലാഹു അൻഹുവിന്റെ സമീപത്തേക്ക് വരുന്നു. എന്നിട്ട് അവിടുന്ന് പറയുന്നു, അല്ലയോ തങ്ങളെ, ഞാനിതാ ഒരു ദീർഘമായ യാത്രക്ക് വേണ്ടി ഇറങ്ങിയതാ, മാസങ്ങളെ കഴിഞ്ഞിട്ടേ ഞാൻ തിരിച്ചു വരികയുള്ളൂ. അതേ, എന്തിനാണ് നിങ്ങൾ എന്നെ സമീപിച്ചത്? അപ്പോഴാണ് മഹാനായ ഇബ്നു മുൻദിർ റളിയല്ലാഹു അൻഹുവിനോട് ആ വന്ന സഹോദരൻ പറയുകയാണ്, അല്ലയോ തങ്ങളെ, എന്റെ കയ്യിൽ ഒരു 80 സ്വർണ്ണ നാണയമുണ്ട്, എല്ലാകെയുള്ള സമ്പാദ്യമാ. എന്റെ വീട്ടിൽ ഇത് സൂക്ഷിക്കാനുള്ള അടച്ചുറപ്പുള്ള സ്ഥലമില്ല. എന്റെ വീട്ടിൽ 80 സ്വർണ്ണ നാണയം വെച്ച് യാത്രക്ക് പോകാൻ എനിക്ക് മനസ്സിന് ധൈര്യമില്ല. ആ 80 സ്വർണ്ണ നാണയോ
അതൊരു അമാനത്തായി നിങ്ങളെ ഏൽപ്പിക്കാനാണോ ഞാൻ ഇങ്ങോട്ട് വന്നത്? നിങ്ങളെ സുബ്ഹാന ജല്ല ജലാലുഹു. മഹാനായ ഇബ്നു മുൻദിർ റളിയല്ലാഹു അൻഹു വലിയ വിശ്വസ്തനാണ്. നാട്ടുകാർക്ക് മുഴുവനും വലിയ ബഹുമാനമാണ്. ആ മഹാനവറുകളെ ഏൽപ്പിച്ചാൽ ഒരിക്കലും തന്നെ വിഷമിക്കേണ്ടി വരൂല, പ്രയാസപ്പെടേണ്ടി വരൂല. ആ അമാനത്ത് സ്വത്തുക്കൾ അതേപോലെ തിരിച്ചേൽപ്പിക്കുന്ന മഹാനാണ്. ആ നിലക്കതാ ആ യാത്രക്കാരനായ സഹോദരൻ 80 സ്വർണ്ണ നാണയോ മഹാനായ ഇബ്നു മുൻദിർ റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിക്കുകയാണ്. അദ്ദേഹം ഏകദേശം തിരിച്ചു വരുന്ന ദിവസവും അവിടുന്ന് ഇബ്നു മുൻദിർ റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്, ഞാൻ ഇന്ന ദിവസമാണ് തിരിച്ചു വരുന്നത്. ആ തിരിച്ചു വരുന്ന സമയത്ത് എന്റെ ഈ സമ്പാദ്യം നിങ്ങൾ തിരിച്ചു തന്നാൽ മതി. സുബ്ഹാനല്ലാഹ്. അമാനത്ത്, അത് അമാനത്ത് വിശ്വസിച്ച് ഏൽപ്പിച്ച ആളുകളെ ആ വിശ്വാസത്തിന്റെ അതേ രൂപത്തിൽ തന്നെ തിരിച്ച് അങ്ങോട്ടും അവനോടുള്ള ഹക്ക് വീട്ടൽ മുഅ്മിനിന്റെ ബാധ്യതയാണ്. ഒരാൾ നമ്മളെ വിശ്വസിച്ച് ഒരു കാര്യം ഏൽപ്പിച്ചാൽ പിന്നീട് അതിനെ നിഷേധിച്ച് വഞ്ചന കാണിക്കുക എന്നുള്ളത് ഈമാനുള്ള ആളുകളുടെ സ്വഭാവമേ അല്ല. സുബ്ഹാനല്ലാഹ്. സുഹൃത്തിനോട് 1,00,000 രൂപ കടം വാങ്ങുകയാണ്. സുഹൃത്തല്ലേ എന്ന് കരുതിയിട്ട് രേഖകളൊന്നും ആക്കിയിട്ടില്ല, സുഹൃത്ത് എന്ന നിലക്കങ്ങ് കൊടുത്തതാണ്. പിന്നെ തിരിച്ചു ചോദിക്കുമ്പോ, സുബ്ഹാനല്ലാഹ്, നിന്റെ അടുക്കൽ നിന്ന് 1,00,000 രൂപ ഞാൻ വാങ്ങിയതിന് വല്ല തെളിവുണ്ടോ? വല്ല രേഖയും നിനക്ക് കാണിക്കാനുണ്ടോ? ഈ രൂപത്തിൽ വിശ്വസിച്ച് കാര്യങ്ങൾ ഇടപെടുമ്പോൾ വഞ്ചന നടത്തുക എന്നുള്ളത് മനസ്സിന്റെ ഉള്ളിൽ ഈമാനുള്ള ആളുകളുടെ അടയാളമല്ല. മഹാനായ ഇബ്നു മുൻദിർ റളിയല്ലാഹു അൻഹു നല്ല വിശ്വസ്തനാണ്. ആ മഹാനവറുകളെ അതാ 80 സ്വർണ്ണ നാണയം ഏൽപ്പിച്ചുകൊണ്ട് ആ യാത്രക്കാരനങ്ങ് പിരിഞ്ഞു പോകുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇബ്നു മുൻദിർ റളിയല്ലാഹു അൻഹുവിന്റെ നാട്ടിൽ വലിയ ക്ഷാമം വരികയാണ്, വലിയ പ്രയാസം വരികയാണ്. നാട്ടിലുള്ള ആളുകളുടെ കയ്യിലൊന്നും സമ്പത്തില്ല, വരുമാനമില്ല. അവരുടെ വീടുകൾ പട്ടിണിയാവുകയാണ്, പരിവട്ടമാവുകയാണ്, പ്രയാസത്തിലാവുകയാണ്, ബുദ്ധിമുട്ടാവുകയാണ്. സുബ്ഹാനല്ലാഹ്. വീടുകളെല്ലാം വലിയ പ്രയാസത്തിലായപ്പോ ആ നാട്ടുകാരതാ മഹാനായ ഇബ്നു മുൻദിർ റളിയല്ലാഹു അൻഹുവിനെ സമീപിക്കുന്നു. അവര് പറയുന്നു, തങ്ങളെ, ഞങ്ങള് വലിയ പ്രയാസത്തിലാ, ഞങ്ങള് വലിയ ബേജാറിലാ, ആകെ പ്രയാസത്തിലാണ്. ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു പരിഹാരം അങ്ങ് ഉണ്ടാക്കി തരണം, അല്ലാതെ യാതൊരു നിവൃത്തിയുമില്ല. എന്തെങ്കിലും സാമ്പത്തികമായി ഞങ്ങളെ നിങ്ങൾ സഹായിക്കണം. സുബ്ഹാനല്ലാഹ്. മഹാനായ ഇബ്നു മുൻദിർ റളിയല്ലാഹു അൻഹു അവിടുന്ന് കൈമലർത്തുകയാണ്. ആ മഹാനവറുകളുടെ കയ്യിൽ നൽകാനുള്ള സമ്പത്തില്ലല്ലോ. നാട്ടുകാര് പിരിഞ്ഞു പോകുന്ന ലക്ഷണമില്ല. അവര് വീണ്ടും വീണ്ടും ആവശ്യപ്പെടുകയാണ് ഇബ്നു മുൻദിർ റളിയല്ലാഹു അൻഹുവിനോട്. അവസാനം ഗത്യന്തരമില്ലാതെ ഇബ്നു മുൻദിർ റളിയല്ലാഹു അൻഹു നാട്ടുകാരോട് പറയുന്നു, അല്ലയോ നാട്ടുകാരെ, അതേ, എന്റെ കയ്യിൽ ഒരാള് വിശ്വസിച്ച് ഏൽപ്പിച്ച ഒരു 80 സ്വർണ്ണ നാണയമുണ്ടോ? അത് അമാനത്ത് സ്വത്താ. പക്ഷേ ആ യാത്രക്കാരന് തിരിച്ചു വരുന്ന അന്ന് നൽകിയാൽ മതി. അതുവരെ നിങ്ങൾക്ക് ഉപയോഗിക്കുന്നത് കൊണ്ട് തടസ്സമില്ല. സുബ്ഹാനല്ലാഹ്.
നാട്ടുകാരെ എല്ലാവരും പ്രയാസത്തിലായപ്പോൾ ഇബ്നു മുൻകദിർ റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സ് അലിഞ്ഞതുകൊണ്ട് അവിടുന്ന് പറയാണ്, 80 സ്വർണ്ണ നാണയം എന്റേതല്ല, എന്റെ കയ്യിൽ അമാനത്തായി ഏൽപ്പിച്ചത് എന്റെ കയ്യിൽ ഇപ്പോഴുണ്ട്. ആ ദിവസമാകുമ്പോഴത്തേക്ക് നിങ്ങളെ വാങ്ങുന്ന സ്വർണ്ണ നാണയങ്ങൾ എന്നെ തിരിച്ചേൽപ്പിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ നൽകാം. സുബ്ഹാനല്ലാഹ്. നാട്ടുകാരല്ലേ, അവർക്ക് ഇബ്നു മുൻകദിർ തങ്ങളെ പോലെ ഈമാനികമായ ആവേശമുണ്ടായി എന്ന് വരില്ല, ആ ഈമാനികമായ ബോധമുണ്ടായി എന്ന് വരില്ല. ആ നാട്ടുകാരതാ മഹാനായ ഇബ്നു മുൻകദിർ റളിയല്ലാഹു അൻഹുവിനോട്, ആ യാത്രക്കാരൻ തിരിച്ചു വരാനുള്ള സമയമാകുന്നതില്ല മുമ്പ് തന്നെ ഞങ്ങൾ തിരിച്ചു തരാം, ആ വാക്ക് നൽകിയിട്ട് ആ 80 സ്വർണ്ണ നാണയം വാങ്ങുന്നു. അങ്ങനെ ദിവസങ്ങൾ ഇങ്ങനെ കഴിഞ്ഞുപോയി. യാത്രക്കാരൻ തിരിച്ചു വരാനുള്ള ദിവസം ഇങ്ങനെ അടുക്കുകയാണ്. ഇബ്നു മുൻകദിർ തങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ ബേജാറ് തോന്നാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം നാട്ടുകാര് തിരിച്ചു തരാമെന്ന് പറഞ്ഞ് കൊണ്ടുപോയ സ്വത്താണ്, ഇതുവരെ അവര് നൽകിയിട്ടില്ല. അവസാനം മുൻകദിർ റളിയല്ലാഹു അൻഹു നാട്ടുകാരോട് ചോദിക്കുന്നു, പരിഹാരമില്ല. സുബ്ഹാനല്ലാഹ്. അപ്പോഴാണ് മഹാനായ ഇബ്നു മുൻകദിർ റളിയല്ലാഹു അൻഹു ചിന്തിക്കുന്നത്, അല്ലാഹു അല്ലാഹ്, എന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ചിട്ടാണല്ലോ ആ യാത്രക്കാരൻ പോയത്. ആ യാത്രക്കാരൻ തിരിച്ചു വരുമ്പോൾ 80 സ്വർണ്ണ നാണയം കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ സുബ്ഹാനല്ലാഹ്, ഞാൻ മുനാഫിഖായി പോകുമല്ലോ. വിശ്വസിച്ച് ഏൽപ്പിച്ച അല്ലെങ്കിൽ വിശ്വസിക്കുന്നവനെ വഞ്ചിക്കുക എന്നുള്ളത് ആയത്തുൽ മുനാഫിഖി സലാസ, ഈമാനില്ലാത്ത കപട വിശ്വാസിയുടെ അടയാളം 3 എണ്ണമാണ്. അതിൽ ഒന്നാമതായിട്ട് പറയുന്ന വിഷയം വിശ്വസിക്കുന്ന ആളുകളെ വഞ്ചിക്കുക എന്നുള്ളതാണ്. മഹാനായ ഇബ്നു മുൻകദിർ റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സ് വല്ലാത്ത ബേജാറ് വരുന്നു. അല്ലാഹ് റസൂലുള്ളാഹി തങ്ങളെ പറഞ്ഞ മുനാഫിക്കിന്റെ ലക്ഷണമായ വിശ്വസിച്ച ആളെ വഞ്ചിക്കുക എന്നത് എല്ലാ ജീവിതത്തിൽ വരാൻ പോകുന്നു. ആ യാത്രക്കാരനോട് ഞാൻ എന്ത് മറുപടി പറയാനാ? മഹാനവരുകളുടെ മനസ്സിങ്ങനെ പൊട്ടുകയാണ്. അഭിമാന ബോധമുള്ള ആളുകൾക്ക് ഒരു വാക്ക് പറഞ്ഞാൽ ആ വാക്ക് തെറ്റിക്കുമ്പോൾ വലിയ പ്രയാസമാണ്. ആ വാക്ക് നടപ്പാക്കാൻ വേണ്ടിയിട്ട് എന്ത് പ്രയാസങ്ങളും സഹിക്കാൻ അവർ റെഡിയാ. അഭിമാന ബോധമുള്ള ആളുകൾ അങ്ങനെയാണ്. സുബ്ഹാനല്ലാഹ്. ആരോടെങ്കിലും ക്യാഷ് കടം വാങ്ങി ഞാൻ അടുത്ത മാസം 1-ാം തീയതി തരാമെന്ന് പറഞ്ഞാൽ പിന്നെ ആ കടക്കാരൻ വിളിച്ച് നാളെയല്ലേ നീ പറഞ്ഞ ഡേറ്റ്, അല്ലെങ്കിൽ ഇന്നലെ അല്ലായിരുന്നോ നീ പറഞ്ഞ ഡേറ്റ്, നീ എന്തുകൊണ്ട് തിരിച്ചു തന്നില്ല എന്ന് ചോദിക്കേണ്ട ഒരു വിഷയം പോലും വരുന്നില്ല. പിന്നെയോ അവര് 30-ാം തീയതി ആ ആളെ വിളിക്കുകയാണ്, നാളെയാണ് കേട്ടോ നമ്മൾ പറഞ്ഞ ഡേറ്റ്, നാളെ വൈകുന്നേരം മതിയോ അല്ല രാവിലെ മതിയോ, എപ്പോഴാണെങ്കിലും റെഡിയാ. ഇതാണ് ഒരു അഭിമാന ബോധമുള്ള ആളുടെ സ്വഭാവം. ചില ആളുകളുണ്ടാവും, അവർക്ക് ഇതിലൊന്നും വലിയ പ്രയാസമൊന്നും തോന്നില്ല, കടം വാങ്ങും, സുബ്ഹാനല്ലാഹ്, പിന്നീട് അവധിയാകുമ്പോ തിരിച്ചു ചോദിച്ചാൽ ആ തിരിച്ചു ചോദിച്ചതോടുകൂടെ പിന്നെ ഇവരുടെ ഇടയിൽ വലിയ പ്രശ്നമാവുകയാണ്.
സുബ്ഹാനല്ലാഹ്, കൊടുത്ത പണം തിരിച്ചു ചോദിച്ചത് അവന് പറ്റിയില്ല, അവനത് രസിച്ചില്ല. പിന്നെ വിളിച്ചാൽ ഫോൺ എടുക്കാതിരിക്കുന്നു. ഫോൺ എടുത്താലോ സുബ്ഹാനല്ലാഹ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട്, കളവുകൾ നിരന്തരമായി പറഞ്ഞിട്ട് വാക്കിന് വിലയില്ലാത്ത രൂപത്തിൽ ആളുകൾ മാറിപ്പോവുകയാണ്. സുബ്ഹാനല്ലാഹ്, മഹാനായ ഇബ്നു മുൻകദിർ റളിയല്ലാഹു അൻഹു അവിടുന്ന് വലിയ ഈമാനികമായ ബോധമുള്ള ആളാണ്. പറഞ്ഞ വാക്കിന് വലിയ വില കൽപ്പിക്കുന്ന മുഅ്മിനാണ്. വിശ്വസിച്ച ആളുകളെ വഞ്ചിക്കുക എന്നത് മനസ്സിൽ പോലും സങ്കല്പിക്കാൻ കഴിയാത്ത ആളാണ്. ആ ഇബ്നു മുൻകദിർ തങ്ങളെ അവിടുത്തെ മനസ്സതാ വല്ലാതെ പൊട്ടുകയാണ്. നാട്ടുകാരോട് ചോദിച്ചിട്ട് യാതൊരു റിപ്ലൈയുമില്ല, മറുപടിയുമില്ല. അവസാനം എന്ത് ചെയ്യുമെന്ന് അറിയുന്നില്ല. യാത്രക്കാരൻ ഇതാ വരാനുള്ള ദിവസം വളരെ അടുത്തിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മഹാനായ ഇബ്നു മുൻകദിർ തങ്ങൾ ചിന്തിക്കുന്നത്, അല്ലാഹുവേ, നാട്ടുകാർക്ക് വലിയൊരു സഹായമായിട്ട് നൽകിയതാണ്. പക്ഷേ ആ നാട്ടുകാരി എന്നോട് പറഞ്ഞ വാക്ക് ലംഘിച്ചതാണ്. പക്ഷേ യാത്രക്കാരൻ വരുമ്പോ അവനോട് എനിക്ക് വർത്തമാനം പറയാൻ പറ്റില്ലല്ലോ. അല്ലാഹ്, ഞാനിനി എന്ത് ചെയ്യാനാ? അങ്ങനെ എല്ലാ വഴിയും അസ്തമിക്കുകയാണ്. കിട്ടാനുള്ള എല്ലാ മാർഗങ്ങളും അങ്ങ് അസ്തമിച്ചപ്പോഴാണ് മഹാനായ ഇബ്നു മുൻകദിർ റളിയല്ലാഹു അൻഹു അവിടുന്ന് ചിന്തിക്കുന്നു, ഞാൻ എന്തിന് ബേജാറാവാനാ, ഞാൻ എന്തിന് ഭയപ്പെടാനാ? കാരണം ഏത് പ്രയാസങ്ങൾ പറഞ്ഞാലോ, ഏത് വിഷമങ്ങൾ പറഞ്ഞാലോ അതിനെല്ലാം പരിഹാരം നൽകുന്നൊരു നേതാവില്ല അനുയായിയാണല്ലോ ഞാനോ. ആ തങ്ങളോടങ്ങ് പറയാമല്ലോ. അങ്ങനെയാണ് മഹാനായ ഇബ്നു മുൻകദിർ തങ്ങളോ അതാ ചൊല്ലുന്നു, ഇലാ ഹളറത്തി റസൂലില്ലാഹ്. ആലോചിക്കണേ സഹോദരന്മാരെ, വഫാത്തായ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് മഹാനായ ഇബ്നു മുൻകദിർ റളിയല്ലാഹു അൻഹു ചെല്ലുകയാണ്. അങ്ങനെ അതാ മദീന മുനവ്വറയിലെ റൗള ശരീഫിന്റെ ഭാഗത്ത് എത്തുന്നു. മഹാനായ ഇബ്നു മുൻകദിർ റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിലുള്ള ചിന്ത മുഴുവനോ ദൈനി ദൈനി, എല്ലാ കടമെങ്ങനെ വീട്ടാന്, കടമെങ്ങനെ വീട്ടാന്. ഈ ഒരൊറ്റ ചിന്തയിലാണ് മഹാനായ ഇബ്നു മുൻകദിർ റളിയല്ലാഹു അൻഹു റൗള ശരീഫിലേക്ക് ചെല്ലുന്നത്. ആ റൗള ശരീഫിലെത്തിയിട്ട് റസൂലുള്ളാഹിന്റെ ഖബർ ശരീഫിനെ ചാരി നിന്നിട്ട് അവിടുന്ന് ആ പൊട്ടിയങ്ങ് കരഞ്ഞിട്ട് പറയുന്നു, ദീനി യാ റസൂലല്ലാഹ്, ദീനി യാ റസൂലല്ലാഹ്. നബിയേ, എന്റെ കടമൊന്ന് വീട്ടിത്തരണോ, എന്റെ കടം വീട്ടാനുള്ളൊരു മാർഗം കാണിച്ചു തരണോ. റൗള ശരീഫിലെ പടിവാതിൽക്കൽ നിന്ന് റസൂലുള്ളാഹിനോട് തന്റെ കടം വീട്ടിത്തരാനുള്ള അപേക്ഷ കരഞ്ഞുകൊണ്ടങ്ങ് സമർപ്പിക്കുകയാണ്. കുറെ റൗള ശരീഫിലെ ഖബർ ശരീഫിലെ ചാരത്തു നിന്ന് ദുആ ചെയ്യുന്നു. പിന്നീടതാ റസൂലുള്ളാഹിന്റെ ആ പാദസ്പർശനം കൊണ്ട് അനുഗ്രഹീതമായ മിമ്പർ കാണുന്നു. റസൂലുള്ളാഹിന്റെ കാല് വെച്ച മിമ്പറിലെ ഇബ്നു മുൻകദിർ തങ്ങളെ തന്നെ കവിളിങ്ങനെ ചേർത്ത് വെച്ചിട്ട് അവിടുന്ന് അങ്ങ് ദുആ ചെയ്യുന്നു, ദീനി യാ റസൂലല്ലാഹ്,
എന്റെ കടമൊന്ന് വെട്ടിത്തരണോ, എന്റെ കടം വീട്ടാനുള്ളൊരു മാർഗം തരണോ. ആ യാത്രക്കാരൻ എന്നെ വിശ്വസിച്ചേൽപ്പിച്ചതാണ്. ആ യാത്രക്കാരൻ തിരിച്ചു വരുമ്പോ തരണേ യാ റസൂലല്ലാഹ്. അങ്ങനെ മിമ്പറിന്റെ സമീപത്ത് വെച്ച് ആ മിമ്പറിൽ തലവെച്ച് കരഞ്ഞു ദുആ ചെയ്യുന്നു. കുറച്ച് സമയം കഴിയുമ്പോ പിന്നെയും അതാ ഖബറു ശരീഫിന്റെ അടുക്കൽ വരികയാണ്. പിന്നെയും മിമ്പറിങ്കിലേക്ക് പോവുകയാണ്. ഇങ്ങനെ കരഞ്ഞ് കരഞ്ഞ് അവസാനം ഇബ്നു മുൻകദിർ തങ്ങള് അവിടുന്ന് ക്ഷീണിച്ചു ഉറങ്ങിപ്പോകുന്നു. സുബ്ഹാന ജല്ല ജലാലു, അത് വല്ലാത്തൊരു ഉറക്കമാണ്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ഉറങ്ങി. ആ ഉറക്കിലതാ വരുന്നു അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇബ്നു മുൻകദിർ റളിയല്ലാഹു അൻഹുവിന്റെ ആ സ്വപ്നത്തിലേക്ക് വരുന്നു. അല്ലാഹുവേ, റസൂലുള്ളാഹിനെ പലതവണ കാണാൻ ഞങ്ങൾക്കും നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. നീ തൗഫീഖ് നൽകണേ റഹ്മാനേ. ആ ഇബ്നു മുൻകദിർ റളിയല്ലാഹു അൻഹു അതേ റൗളാ ശരീഫിന്റെ ചാരത്ത് ക്ഷീണം ബാധിച്ചങ്ങ് ഉറങ്ങിപ്പോയപ്പോൾ ലോകത്തിലെ നേതാവ് വരുന്നു. ഇബ്നു മുൻകദിർ തങ്ങൾ പറയുകയാണ്, റസൂലുള്ളാഹിന്റെ കയ്യിലേക്ക് നോക്കിയപ്പോൾ ഒരു പണത്തിന്റെ കിഴി കാണുന്നു. സുബ്ഹാനല്ലാഹ്. ആ പണത്തിന്റെ കിഴിയതാ നബി തങ്ങളെല്ലാം തലഭാഗത്ത് വെക്കുകയാണ്. ഇതങ്ങ് കണ്ടപ്പോഴത്തേക്ക് ഇബ്നു മുൻകദിർ റളിയല്ലാഹു അൻഹു സ്വപ്നത്തിൽ നിന്ന് ഞെട്ടി അങ്ങ് എഴുന്നേൽക്കുന്നു. സുബ്ഹാനല്ലാഹ്. മഹാനായ ഇബ്നു മുൻകദിർ റളിയല്ലാഹു അൻഹു അവിടുന്ന് എഴുന്നേറ്റ് നോക്കിയപ്പോൾ അതേ തലഭാഗത്ത് റസൂലുള്ളാഹിന്റെ കയ്യിൽ സ്വപ്നത്തിൽ കണ്ടിരുന്ന ആ പണത്തിന്റെ കിഴി കാണുന്നു. ആ കിഴിയങ്ങ് തുറന്നു നോക്കിയപ്പോൾ അതിൽ അതാ യാത്രക്കാരന് കൊടുക്കാനുള്ള 80 സ്വർണ്ണ നാണയം വളരെ കൃത്യമായിട്ടുണ്ട്. കണ്ടില്ലേ സഹോദരന്മാരെ, ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിടിക്കുന്ന ആളുകൾക്ക് അല്ലാഹുവിന്റെ റസൂൽ വലിയ പരിഹാരം നൽകുന്നു, വലിയ ആശ്വാസം നൽകുന്നു. ഏത് പ്രയാസത്തിൽ അകപ്പെട്ടു പോയ ആളാണെങ്കിലോ അവർക്കതാ പ്രശ്നത്തിന് പരിഹാരം നൽകുന്നു. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. സാമ്പത്തികമായ പ്രയാസങ്ങൾ ധാരാളം ആളുകളെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. നാം അറിയാത്ത ഭാഗത്തിലൂടെ നമ്മളുടെ പ്രയാസങ്ങളെ പരിഹരിച്ചു തരാൻ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് നമ്മളുടെ കൂടെ ഉണ്ടാകും. പക്ഷേ എല്ലാ സമയത്തും മുത്തായ തങ്ങളുടെ പേരിൽ സ്വലാത്തുകൾ ഇങ്ങനെ ചൊല്ലി എപ്പോഴും ആ റൗളയുമായിട്ടൊരു കണക്ഷൻ നമ്മൾ സൂക്ഷിച്ചാൽ ഉറപ്പാണ് അതിന്റെ പ്രതിഫലനം നമ്മളുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ആ വലിയ ഭാഗ്യം നിലനിർത്തി തരട്ടെ. ധാരാളം സ്വലാത്തുകൾ ചൊല്ലാൻ അല്ലാഹു തആല നമുക്ക് വലിയ തൗഫീഖിനെ അധികരിപ്പിച്ചു തരട്ടെ. സഹോദരന്മാരെ, ഇങ്ങനെ അല്ലാഹുവിന്റെ റസൂലിനെ ആരെല്ലാം പിടിച്ചിട്ടുണ്ടോ ആ ആളുകളെല്ലാം ഏതെങ്കിലും ഒരു പ്രയാസത്തിൽ അകപ്പെടുമ്പോൾ
അവിടെയെല്ലാം പരിഹാരവുമായി വന്ന നേതാവാണ് അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അറിയുമോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അതേ മഹാനായ ഖസ്വീനി ഇമാമ പറയുന്ന ഒരു അനുഭവം കാണാം. മഹാനവറുകൾ പറയുകയാണ്, ഞാനൊരു വേള ഹജ്ജിന് വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് പുറപ്പെട്ടു. എന്റെ കൂടെ എൻ്റെ ഒരു മകനുണ്ട്. അങ്ങനെ ഞങ്ങൾ ഹജ്ജിന് വേണ്ടിയിട്ട് പോയി. ആ പരിശുദ്ധമായ കഅബാലയത്തിന് ചാരയെത്തി. അങ്ങനെ അവിടെ നിന്ന് നല്ല സന്തോഷത്തോടെ ഹജ്ജ് ചെയ്യുന്നു. നല്ല സന്തോഷത്തോടെ ഹജ്ജ് ചെയ്തു. അങ്ങനെ മഹാനായ ഖസ്വീനി ഇമാം പറയാൻ, ഹജ്ജ് ചെയ്തതിന്റെ ശേഷം പരിശുദ്ധമായ മദീന മുനവ്വറ സിയാറത്ത് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ യാത്ര പുറപ്പെട്ടു. ഈമാനുള്ള ആളുകൾ അങ്ങനെയാണ്. പരിശുദ്ധമായ മക്കയിൽ ചെന്നിട്ട് മദീനയിൽ സിയാറത്ത് ചെയ്യാതെ പോരുന്ന ആളുകളാവില്ല. മദീന സിയാറത്ത് ചെയ്യാതെ പോരാൻ ഒരു ഈമാനുള്ള മനുഷ്യന് കഴിയില്ല. ചില ആളുകളുണ്ട്, ഹജ്ജിനും ഉംറക്കുമെല്ലാം പോകുമ്പോൾ മക്കയിൽ വെച്ച് ആ കർമ്മങ്ങളൊക്കെ കഴിഞ്ഞാൽ ഇനി മദീനയിൽ പോകേണ്ടതൊന്നുമില്ല. വേണമെങ്കിൽ അവിടെയുള്ള പള്ളിയും അതുപോലെ ആ കുബ്ബത്തിന് ഖളറാവും ഒക്കെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രം പോയി കാണുന്നത് പോലെ കണ്ടുപോരാം. ഇങ്ങനെ പറയുന്ന ചില മുസ്ലിം നാമധാരികളായ ആളുകളുണ്ടോ? നഊദു ബില്ലാഹ്. അല്ലാഹു നമ്മളെ അവരുടെ ശർറിനെ തൊട്ട് കാത്തുരക്ഷിക്കട്ടെ. മഹാനായ ഇമാം ഖസ്വീനി റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയാണ്, ഞാൻ എൻ്റെ മകനുമായി ഹജ്ജ് ചെയ്തതിന് ശേഷം ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ത്യറങ്ങുന്ന മദീനയിലേക്ക് സിയാറത്തിന് വേണ്ടി പുറപ്പെട്ടു. അങ്ങനെ വിജനമായ മരുഭൂമിയിലൂടെയുള്ള യാത്രയാണ്. ഫലാ വലദുഹു ഖബല വസൂലിഹി ഇലൽ മദീന. സുബ്ഹാനല്ലാഹ്. ഒരു മാതാവിനോ പിതാവിനോ ഒരിക്കലും നല്ല സഹിക്കാൻ കഴിയാത്ത വലിയൊരു വിഷയമാണ്. ഫലാ വലദുഹു ഖബല വസൂലിഹി ഇലൽ മദീന. മദീനയിലേക്ക് എത്തുന്നതിന് മുമ്പ് വഴിയിൽ വെച്ച് ഖസ്വീനി ഇമാമിന്റെ മകനെ അങ്ങ് കാണാതെയാവുകയാണ്. ആലോചിച്ചു നോക്കൂ, ഏത് ബാപ്പാക്കാണ് സ്വന്തം മകനെ കാണാതെ ആയാൽ സഹിക്കാൻ കഴിയുക? ഏത് ഉമ്മയുടെ മനസ്സിനാണ് ക്ഷമിക്കാൻ കഴിയുക? സുബ്ഹാനല്ലാഹ്. മഹാനായ ഖസ്വീനി ഇമാം ആകെ മാനസികമായി പ്രയാസപ്പെടുകയാണ്. വീട്ടിൽ നിന്ന് മകനെയും കൂട്ടിയിട്ട് ഹജ്ജിന് വേണ്ടി പുറപ്പെട്ടതാണല്ലോ. പക്ഷേ ഇപ്പോൾ ആ മകനെ കാണാനില്ല. ആ മരുഭൂമിയിലൂടെ വരുന്ന യാത്രക്കാരോടെല്ലാം മഹാനവറുകൾ അന്വേഷിച്ചു. പക്ഷേ പരിഹാരമില്ല. മഹാനവറുകൾക്ക് നിന്റെ മകനെ കണ്ടുകിട്ടുന്നില്ല. അവസാനം ഇനി ഒരാളോടും അന്വേഷിക്കാനില്ല എന്ന് ബോധ്യപ്പെട്ടപ്പോൾ മഹാനായ ഖസ്വീനി ഇമാം ചെയ്ത പണി എന്താണെന്നറിയുമോ? ഈമാനുള്ള ഉമ്മമാരെ, ഈമാനുള്ള സുഹൃത്തുക്കളെ, അങ്ങനെ ഖസ്വീനി ഇമാം മദീനയിലേക്ക് ചെല്ലുന്നു. നേരെ മദീനയിലേക്ക് ചെല്ലുകയാണ്. ഫലമ്മാ വസല ഇലൽ മസ്ജിദ് ശരീഫ്. അങ്ങനെ അതാ മദീനയിലുള്ള മസ്ജിദുൽ നബവിയിൽ എത്തിയപ്പോൾ നേരെ റൗള ശരീഫിന്റെ അടുക്കലേക്ക് ചെല്ലുകയാണോ. തന്റെ മകനെ കാണാനില്ല എന്ന വലിയ വിഷമത്തിലാണ് മഹാനവറുകളുള്ളത്. പരിസരം പോലും ഓർമ്മയില്ല. റൗള ശരീഫിന്റെ അടുക്കലേക്ക് ചെന്നിട്ട് ആ റൗള ശരീഫിന്റെ വാതിലങ്ങ് പിടിക്കുന്നു. വയബക്കി. അവിടുന്ന് കരയാൻ തുടങ്ങുന്നു.
വൽഖൽഖു മുജ്തമിഊന ഹൗലഹു. മഹാനായ ഖസ്വിനി ഇമാമിനെ കരച്ചിൽ കേട്ടപ്പോൾ ചുറ്റുപാടും ധാരാളം ആളുകൾ വരുന്നു. മഹാനായ ഖസ്വിനി ഇമാം റൗള ശരീഫിലെ വാതിൽ ഇങ്ങനെ പിടിച്ചിട്ട് പറയാണ്, യാ റസൂലല്ലാഹ് ജിഅ്തുക മിൻ ബലദിൻ ബഈദിൻ സായിറാ ഫഖദ് ളാഅബ്നി. വല്ലാത്തൊരു വാക്കാണ് അവിടുന്ന് പറയുന്നത്. യാ റസൂലല്ലാഹ്, ഓ അല്ലാഹുവിന്റെ നബിയേ, ജിഅ്തുക മിൻ ബലദിൻ ബഈദിൻ സായിറാ, തങ്ങളേറെ വിദൂരമായൊരു നാട്ടിൽ നിന്ന് അങ്ങേ സിയാറത്ത് ചെയ്യാൻ വേണ്ടി വന്നവനാണ് ഞാൻ. പക്ഷേ ഫഖദ് ളാഅബ്നി, വരുന്ന വഴിയിൽ വെച്ച് എല്ലാ മകനെ കാണാതെ പോയി. എല്ലാ മകനെ കാണാനില്ല. നോക്കണേ അവരുടെ വിശ്വാസം. അവിടുന്ന് ഖസ്വിനി ഇമാം വീണ്ടും പറയുകയാണ്, ലാ അർജിഉ ഹത്താ തറുദ്ദ അലയ്യ ഇബ്നി. നല്ല ഉറച്ച വിശ്വാസമാണ്. റസൂലുള്ളാഹിനോട് വല്ല വിഷയമെന്ന് പറഞ്ഞാൽ അതിന് പരിഹാരം കിട്ടുമെന്ന് മഹാനായ ഖസ്വിനി ഇമാമിന് വലിയ വിശ്വാസമാണ്. അതുകൊണ്ടാണ് അവിടുന്ന് പറഞ്ഞത്, ലാ അർജിഉ ഹത്താ തറുദ്ദ അലയ്യ ഇബ്നി. തങ്ങളെ, ഞാനിവിടുന്ന് മടങ്ങൂല തങ്ങളെ, ഞാനീ റൗള വിട്ട് പോകൂല നബിയേ. ഹത്താ തറുദ്ദ അലയ്യ ഇബ്നി. എന്റെ മകനെ തിരിച്ചു തരാതെ, എന്റെ മകനെ തിരിച്ചു കിട്ടാതെ ഞാനിവിടുന്ന് മടങ്ങൂല നബിയേ. എന്ത് സംഭവിക്കുമെന്നോ എല്ലാവർക്കും വലിയ ആശ്ചര്യമാണ്. ചുറ്റുപാടും ആളുകൾ ഇങ്ങനെ കൂടി നിൽക്കുകയാണല്ലോ. ഈ വന്ന ആളാണെങ്കിലോ പൊന്നുമോനെ തിരിച്ചു കിട്ടാതെ തിരിച്ചു പോകൂല എന്നാ പറയുന്നത്. എന്തു സംഭവിക്കുമെന്ന് എല്ലാവരും ആകാംക്ഷയോടെ നോക്കുമ്പോ അതേ മഹാനായ ഖസ്വിനി ഇമാമേ റൗള ശരീഫിൽ ഇങ്ങനെ നിൽക്കുമ്പോ കാണാതെ ആയിപ്പോയ തന്നെ മകന് മസ്ജിദുൽ നബവിയുടെ വാതിലിലൂടെ വരുന്നു. ബാപ്പാന്റെ സമീപത്ത് വരുന്നു. അവര് രണ്ടുപേരും കെട്ടിപ്പിടിച്ച് കരയുന്നു. കണ്ടുനിന്ന ആളുകൾ മുഴുവനോ ആ രംഗത്തിന് സാക്ഷ്യം വഹിച്ച് കരയുകയാണ്. നോക്കൂ സഹോദരന്മാരെ, അല്ലാഹുവിന്റെ റസൂലിനോട് ആര് ഏത് വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ടോ അതിനെല്ലാം വലിയ പരിഹാരമാണ്. അതിനെല്ലാം അല്ലാഹുവിന്റെ റസൂല് വലിയ പരിഹാരം നൽകുന്നു. സഹോദരന്മാരെ, ഞാനെല്ലാം സംസാരം ചുരുക്കുകയാണ്. നമ്മളെല്ലാം വാഹനത്തിൽ സഞ്ചരിക്കുന്നവരാണ്. വലിയ അപകട സാധ്യതയുള്ളതാണല്ലോ വാഹനത്തിലുള്ള യാത്ര എന്ന് പറഞ്ഞാൽ. എന്നാൽ അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലി യാത്ര ചെയ്തോ, റസൂലുള്ളാഹിനെ മുന്നിൽ കണ്ട് യാത്ര ചെയ്തോ, അതേ അപകടങ്ങളിൽ നിന്ന് അല്ലാഹു തആല രക്ഷ നൽകും കേട്ടോ. മഹാനായ സുഫൈൻ റളിയല്ലാഹു അൻഹു അവിടുന്ന് ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്. അങ്ങനെ യാത്ര ചെയ്തിട്ട് ഒരു വലിയ കാട്ടിലെത്തുന്നു. ഒരു സിംഹത്തിന് മുന്നിൽ അകപ്പെടുകയാണ്. ആ
സിംഹമത ഒരു മനുഷ്യന് ഒരു ഇരയെ കിട്ടി എന്നുള്ള ആ വലിയ ആവേശത്തോട് സുഫൈർ റളിയല്ലാഹു അൻഹുവിനെ പിടിക്കാൻ വേണ്ടിയിട്ട് മഹാനവറുകളുടെ നേരെ വരുമ്പോ അവിടുന്ന് ആ സിംഹത്തിനോട് പറഞ്ഞില്ലേ, അന മൗലാ റസൂലില്ലാഹ്, ഞാൻ ആരാണെന്നറിയുമോ നിനക്ക്? ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ അടിമയാ, ഞാൻ റസൂലുള്ളാഹിന്റെ ആളാണ്. ഇത് പറഞ്ഞപ്പോൾ ആ സിംഹമതാ മഹാനായ സുഫൈൻ റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിലങ്ങ് വഴിപ്പെടാൻ തുടങ്ങുന്നു. ഇതല്ലേ മഹാനായ ഇമാം ബുസൂരി നിങ്ങൾ പറഞ്ഞത്, വമതകും മിറസൂലില്ലാഹി നുസ്റതുഹു യതൽഖാഹു യുസ്ദു ഫീ അജമിഹാ തജീമി. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങളെ പിടിച്ചാൽ ഏത് സിംഹത്തിന്റെ മുന്നിൽ അകപ്പെട്ടാലും അവിടെ എല്ലാം വലിയ പരിഹാരമാണ്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. ഇൻഷാ അല്ലാഹ് തൽക്കാലം ഞാൻ എൻ്റെ സംസാരം ഇവിടെ നിർത്തുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏറ്റവും വലിയ പിടിവള്ളിയായി വെച്ച അല്ലാഹുവിന്റെ ഏറ്റവും അനുഗ്രഹീതമായ സൃഷ്ടിയാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. ഏത് പ്രയാസമുണ്ടാകുമ്പോഴും, ആത്മീയമാവട്ടെ ഭൗതികമാവട്ടെ, ഏത് പ്രയാസമായാലും എല്ലാം പരിഹാരം തരാൻ കഴിയുന്ന നേതാവാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹിനെ സ്നേഹിച്ച് നല്ല മുത്തഖീങ്ങളിൽ പെട്ട് ജീവിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. നമ്മൾ ഇതുവരെ പറഞ്ഞതും കേട്ടതും എല്ലാം അല്ലാഹു തആല വലിയൊരു അമലായി നമ്മിൽ നിന്ന് കബൂലാക്കി തരട്ടെ. ധാരാളം ആളുകൾ ഈ മജ്ലിസിൽ വെച്ച് ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. അല്ലാഹുവേ, എല്ലാവർക്കും നീ ഖൈറും ബറക്കത്തും ചെയ്യണേ അല്ലാഹ്. എല്ലാവർക്കും നീ സലാമത്ത് നൽകണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് തൽക്കാലം വാക്കുകൾ ഉപസംഹരിക്കുകയാണ്.